വെൽക്കം ടു ഗ്രാൻമദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഒരു അടിപൊളി മീൻകറിയാണ്. നമുക്ക് നല്ല മുളകിട്ടുള്ള ചുവന്ന മീൻകറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതെടുത്തിരിക്കുന്ന ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. ആവോലി ഒരു 1/2 കിലോ ആവോലി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മൺചട്ടി എടുത്ത് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, പക്ഷേ നമുക്ക് ചോറിന് ഈ ഒരു കറി തന്നെ ഉണ്ടെങ്കിൽ ധാരാളമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കടുകും ഉലുവയിട്ട ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് ഒരു 4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ, നമുക്ക് അധികം വാടാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒരു അര സ്പൂൺ വീതം ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതീയിൽ നല്ലോണം ഒന്ന് മൂത്ത ശേഷം നമ്മൾ തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1. നല്ലവണ്ണം ഒന്ന് ആ തക്കാളി ആ എണ്ണയിൽ ശരിക്ക് വഴന്ന് വരണം. ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം തക്കാളി അതിൽ ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരണം. അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴുകി കുടംപുളി. മുളക് പൊടി ഞാൻ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 3/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം ചെറുതീയിൽ ആ മസാലയുടെ ആ കുത്ത് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലവണ്ണം മസാല നല്ലവണ്ണം റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് എത്രയാണോ വെള്ളം നമുക്ക് അതിന് ചാറിന് വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിപ്പോൾ തേങ്ങ അരപ്പൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. അതാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഉടഞ്ഞു പോവാതെ സൂക്ഷിക്കണം. അപ്പം മീനെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം കുത്തി ഇളക്കാതെ നമ്മൾ ആ മീനിൻ്റെ മേലെ തന്നെ ഇത് വന്ന് നിൽക്കുന്നുണ്ട് വെള്ളം. അപ്പം നമുക്ക് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ചാൽ നന്നായിരിക്കും. അപ്പം ഞാനിപ്പോൾ മൂടി വെക്കാൻ പോകുന്നതാണ്. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഓൾറെഡി തിളച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തത്. അതേ മൂടി വെച്ചിട്ട് കറി നമ്മൾ ആ മീൻ കുക്ക് ചെയ്യുന്ന സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതേ അപ്പം ഞാൻ തീ ഓഫാക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒന്ന് തണുത്ത ശേഷം ചെറുതായി തണുത്തിട്ടുള്ളൂ, ഫുൾ തണുത്തിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അപ്പോൾ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.